മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് ആശങ്കയുയർത്തുന്ന വാർത്തകളാണ്. ഏത് നിമിഷവും അമേരിക്ക US-നെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളാണ് മേഖലയിൽ നിന്ന് വരുന്നത്. അതിനിടെ വിഷയത്തിൽ ചൈന ഇടപെടുന്നതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഇറാനെ സൈനികമായും സാമ്പത്തികമായും തളർത്താനുള്ള അമേരിക്കയുടെ ഇരട്ട സമ്മർദ്ദ തന്ത്രം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കുകയും വിമാനവാഹിനി കപ്പലുകൾ അയക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ് നിലപാട് വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നതിനിടയിലും ഇറാനെ സൈനികമായി വളയാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ രീതി ഇരട്ടത്താപ്പാണെന്ന് ചൈന നിരീക്ഷിക്കുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്നത് അമേരിക്കയുടെ വ്യോമോഹം മാത്രമാണ്. ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക സുസ്ഥിരതയും തകർക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിതെളിക്കും. ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അമേരിക്കൻ നീക്കം തീക്കളിയാണെന്നാണ് ബീജിംഗിലെ നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. റഷ്യയും ചൈനയും ഇറാനുമായി ചേർന്ന് നടത്തുന്ന സൈനിക സഹകരണം മേഖലയിലെ അധികാര സമവാക്യങ്ങൾ മാറ്റുമെന്നും ചൈനീസ് മാധ്യമം പറയുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഭീഷണികളല്ല, മറിച്ച് തുല്യനീതിയിൽ അധിഷ്ഠിതമായ ചർച്ചകളാണ് വേണ്ടതെന്നാണ് ചൈനയുടെ നിലപാട്. അമേരിക്ക ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും ചൈന ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാനെതിരെ സൈനിക നീക്കം US ശക്തമാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. ഇറാനും US-ഉം മസ്കറ്റിൽ നടത്തിയ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു. സമാധാന ആവശ്യങ്ങൾക്ക് ആണവ ഗവേഷണം നടത്താൻ അവകാശമുണ്ടെന്ന് ഇറാൻ ചർച്ചയിൽ വാദിച്ചെന്നാണ് റിപ്പോർട്ട്. ആണവ പരീക്ഷണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര ഏജൻസികളുടെയും നിരീക്ഷണം അനുവദിക്കും. അതിനു പകരമായി തങ്ങൾക്ക് മേലുള്ള US സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാൻ പൂർണ്ണമായി ആണവ പരീക്ഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് US മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം ഇറാൻ അംഗീകരിക്കില്ലെന്നത് ഉറപ്പാണ്. ഇറാനുമായുള്ള സംഘർഷം തുടരുമ്പോൾ രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി US മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. നിലവിൽ അറബിക്കടലിൽ USS എബ്രഹാം ലിങ്കൺ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ വിർജീനിയ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന ജോർജ് W. ബുഷ് എന്ന കപ്പലിനെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നത്. ഇതിനായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ഖത്തറിലെ അൽ ഉദൈദ് സൈനിക കേന്ദ്രത്തിൽ US കൂടുതൽ വ്യോമപ്രതിരോധ മിസൈലുകൾ സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട്. ട്രക്കുകളിൽ സ്ഥാപിച്ച പാട്രിയറ്റ് മിസൈലുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനാണിതെന്നാണ് വിലയിരുത്തൽ. ഇറാനെ US ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ US-ന്റെ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്.